ഹലോ, എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിയറ്റ്നാമിലെ കൂച്ചി ടണൽ കണ്ടിറങ്ങിയ ഞങ്ങൾ ഇനിയിപ്പോൾ സിറ്റിയിലേക്ക് തന്നെ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ വിയറ്റ്നാമിലെ വാഴത്തോട്ടങ്ങൾ, മാവിൻ തോട്ടങ്ങൾ, അതുപോലെ റബ്ബർ തോട്ടങ്ങൾ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന എല്ലാ തരം വൃക്ഷങ്ങളും വിഭവങ്ങളും ഒക്കെ ഇവിടെയും കൃഷി സ്ഥലങ്ങളിലൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഇതൊരു പ്രത്യേകതരം പൈനാപ്പിളാണ്. വളരെ ചെറിയതാണ്, പക്ഷേ വളരെ ടേസ്റ്റുള്ള നല്ല ഒരു തരം പൈനാപ്പിളാണ് ഇവിടെ കണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ സിറ്റിയിലൂടെ വീണ്ടും യാത്ര ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വിയറ്റ്നാമിലെ വാർ റെമിനൻസ് മ്യൂസിയം എന്ന് പറയുന്ന ഒരു യുദ്ധ സ്മാരകമായിട്ടുള്ള ഒരു മ്യൂസിയമാണ് കാണാൻ പോകുന്നത്. ഇതാണ് വാർ റെമിനൻസ് മ്യൂസിയം. ഇതിവിടെ നമ്മൾ അകത്തേക്ക് കയറി ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മുൻവശത്തുള്ള കുറച്ച് ഗ്രൗണ്ട് പോലെയുള്ള ഭാഗത്ത് കുറേ യുദ്ധ വിമാനങ്ങളും അതുപോലെ തന്നെ യുദ്ധ ഉപകരണങ്ങളും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത്. ഇത് അമേരിക്കയുടെ സീഹോക്ക് എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഇതൊക്കെ യുദ്ധമുഖങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ സ്മാരകങ്ങൾ മുതൽ 1975 വിയറ്റ്നാം യുദ്ധം അവസാനിക്കുന്ന കാലത്ത് വരെയുള്ള എല്ലാ സംഭവങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രദർശനങ്ങൾ ഇവിടെയുണ്ട്. ഇതൊക്കെ അമേരിക്കൻ പട്ടാളം ഉപയോഗിച്ചിരുന്ന പലതരം ഉപകരണങ്ങളാണ്, പലതരം യുദ്ധ ഉപകരണങ്ങളാണ്. ടാങ്കുകളും തോക്കുകളും അതുപോലെ വലിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും എല്ലാം യുദ്ധമുഖത്ത് ഉപയോഗിച്ചിരുന്ന പലതരം ഉപകരണങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇവിടെയുള്ളത്. വലിയ ടാങ്കുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. 1946 ഇൻഡോ ചൈന യുദ്ധം മുതലുള്ള പല സാധനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ കാണുന്ന ഉപകരണങ്ങൾ അധികവും അമേരിക്കയുടെ സാധനങ്ങളായിരുന്നു. ഇതൊക്കെ ബോട്ടിൽ നദിയിലൂടെ യാത്ര ചെയ്യാനുള്ള അവരുടെ ബോട്ടുകൾ, അതുപോലെ വലിയ പീരങ്കികൾ, അതുപോലെ വലിയ റോക്കറ്റ് ലോഞ്ചറുകൾ, യുദ്ധവിമാനങ്ങൾ, ഇതെല്ലാമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. എല്ലാം US ആർമി എന്ന പേരൊക്കെ അടിച്ച് നല്ലോണം പെയിൻറ്റ് ചെയ്തൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അമേരിക്ക ഇവിടെ ഉപയോഗിച്ച ഇതുപോലെ ഉപകരണങ്ങളും ആയുധങ്ങളും കൂടാതെ തന്നെ അമേരിക്ക ഇവിടെ പ്രദർശനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളവയും എല്ലാം ഇവിടെ ഉണ്ട്. ഇത് ആദ്യകാലത്തെ ഒരു യുദ്ധവിമാനമാണ്. അതുപോലെ US ആർമി ഉപയോഗിച്ചിരുന്ന പലതരം യുദ്ധവിമാനങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വിയറ്റ്നാമിലെ പ്രശസ്തമായ മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. ഓരോ വർഷവും ഏകദേശം 5 ലക്ഷം സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് ഇവിടുത്തെ കണക്ക്. ഇപ്പം നമ്മൾ ഇതെല്ലാം നമുക്ക് പുറമേ നിന്ന് തന്നെ കാണാം. ഇത് ഈ മ്യൂസിയത്തിന് പുറത്തായിട്ടാണ്, അവിടെയുള്ള ഗ്രൗണ്ടിലാണ് ഇതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അവിടെയെല്ലാം നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പഴയ കാലത്തെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ടാങ്കുകളും എല്ലാം ആണ് ഇവിടെ ഇപ്പോൾ നമുക്കിങ്ങനെ ഈ മുൻവശത്ത് തന്നെ കാണാൻ പറ്റുന്നത്. എല്ലാം US എയർഫോഴ്സ്, US ആർമി എന്നൊക്കെ രേഖപ്പെടുത്തിയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വാർ മ്യൂസിയത്തിനകത്തേക്ക് കയറുകയാണ്. ഇതിനകത്ത് 8 സെക്ഷനുകളിലായിട്ടാണ് ഈ മ്യൂസിയത്തിലെ പ്രദർശനം നടക്കുന്നത്. 3 നിലകളിലായിട്ട് 8 സെക്ഷനിൽ പ്രദർശനം ഉണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ ഇതുപോലെയൊക്കെയാണ് കാണുന്നത്. ഇതെല്ലാം ഈ 1946 മുതൽ 1975 വരെയുള്ള യുദ്ധകാലഘട്ടങ്ങളുടെ വിവിധ കാര്യങ്ങളായിട്ടാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നമ്മളകത്തേക്ക് പോകുമ്പോൾ വാർ ക്രൈംസ്, യുദ്ധക്കുറ്റങ്ങൾ എന്നും പറഞ്ഞിട്ട് ഇതുപോലെ കുറേ ഫോട്ടോസും ഒക്കെ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാം. അതുപോലെ പല ആയുധങ്ങളുടെയൊക്കെ ഭാഗങ്ങളും ആയുധങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന പലതരം സാധനങ്ങളുടെ എല്ലാം പ്രദർശനമാണ്. അതിൻ്റെയൊക്കെ ഫോട്ടോസും അതുപോലെ അതിൻ്റെയൊക്കെ ബാക്കി ഭാഗങ്ങളും എല്ലാമാണ്. ഇത് വളരെ പ്രശസ്തമായ ചിത്രമാണ്. 1972 നാപ്പാം ബോംബിങ്ങിന് ശേഷം ഒരു കുട്ടി വസ്ത്രമൊക്കെ നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്ന ഈ ഫോട്ടോ ദ ടെറർ ഓഫ് വാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പിന്നീട് പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചതാണ്. നിക് വുഡ് എന്ന ഫോട്ടോഗ്രാഫറാണ് ഈ ഫോട്ടോ എടുത്തത്. നാപ്പാം ഗേൾ എന്നറിയപ്പെടുന്ന കിം ഫുക്കാണ് ആ കുട്ടി. ഇപ്പോൾ 50 വയസ്സിന് മേലെ പ്രായമുള്ള ഒരു കുട്ടിയാണത്. അതുപോലെയുള്ള വിവിധ തരം ഫോട്ടോസാണ് ഇവിടെ ഈ യുദ്ധക്കുറ്റങ്ങൾ എന്ന പേരിലിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അനവധി യുദ്ധ ഉപകരണങ്ങളും തോക്കുകളും മെഷീൻ ഗണ്ണുകളും എല്ലാം ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്.
ശരിക്കും സമയമെടുത്ത് കാണാൻ മാത്രമുള്ള പ്രദർശന വസ്തുക്കൾ ഇവിടെ ഉണ്ട്. തോക്കുകളൊക്കെ എല്ലാ വിധത്തിലുള്ള തോക്കുകളും സ്റ്റൺ ഗണ്ണുകളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം സമയമെടുത്താലാണ് ഇത് ഓരോന്നിൻ്റെയും വിശദമായ വിവരങ്ങൾ നമുക്ക് നോക്കി പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്കധികം പ്രദർശന വസ്തുക്കളാണ് ഇവിടെ ഉള്ളത്. വളരെ പ്രശസ്തമായ ഒരു മ്യൂസിയമാണിത്. ബോംബുകളുടെയൊക്കെ പലവിധ രൂപങ്ങൾ, ഷെല്ലുകൾ, അതുപോലെ ടാങ്കിൻ്റെയൊക്കെ ഷെല്ലുകൾ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ ഫോട്ടോ സെക്ഷനാണ്. പലവിധ ഫോട്ടോസ്, യുദ്ധക്കുറ്റങ്ങൾ, യുദ്ധത്തിൽ പരിക്ക് പറ്റിയവരുടെയൊക്കെ ഫോട്ടോസും എല്ലാം പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ഇത് കാൽ നഷ്ടപ്പെട്ട ആൾക്കാരുടെ ഉപകരണങ്ങൾ എല്ലാം അങ്ങനെ വിവിധ തരത്തിലാണ്. ഇനി ഇവിടെ ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു വിഷവാതകം ഈ യുദ്ധസമയത്ത് അവിടെ അമേരിക്കക്കാർ പ്രയോഗിച്ചിരുന്നു. അതൊരു ഹെർബിസൈഡാണ്. ചെടികളെല്ലാം തനിയെ കരിഞ്ഞ് നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് പ്രയോഗിച്ചതെങ്കിലും അതിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന ഡയോക്സിൻ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ആ തലമുറയ്ക്ക് മാത്രമല്ല, പിന്നീടുള്ള തലമുറകൾക്ക് പോലും മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷവാതകമായിരുന്നു ഈ ഏജന്റ് ഓറഞ്ച്. അത് പിന്നീട് അത് നിരോധിക്കുകയും അത് യുദ്ധമുഖത്ത് നിന്ന് അത് ഇല്ലാതാക്കുകയും ചെയ്തു. എന്നിരുന്നാലും അതിൻ്റെ എഫക്റ്റുകളൊക്കെ ഇപ്പോഴും വിയറ്റ്നാമിലുണ്ട്. അതിൻ്റെ ഫോട്ടോകളും അതിൻ്റെ ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ഹാളാണിത്. അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് 8 വിഭാഗങ്ങളിലാണ് ഇവിടെ പ്രദർശനം നടക്കുന്നത്. 8 സെക്ഷനുകളിലായിട്ടാണ് ഈ മ്യൂസിയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 3 നിലകളിലായിട്ടാണ്. നമുക്കിത് പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത്രയ്ക്കും വിപുലമായ പ്രദർശന വസ്തുക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുടെ ഫോട്ടോസും അവരുടെയൊക്കെ അനുഭവക്കുറിപ്പുകളൊക്കെയാണ്. അടുത്തത് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞിട്ട് വിയറ്റ്നാമിൻ്റെ ഹിസ്റ്ററിയും ഒക്കെ കാണിക്കുന്ന കുറേ ഫോട്ടോ പ്രദർശനമാണ് അടുത്തത്. അത് പഴയകാലത്തെ നേതാക്കന്മാരുടെ ഫോട്ടോ തുടങ്ങി പല സംഭവങ്ങളുടെയും ഫോട്ടോകളും അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് എന്ന വിഭാഗമുള്ളത്. ഇങ്ങനെ വിവിധ തരം പ്രദർശന സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെയും ഇവിടെ സെക്ഷനുകളുണ്ട്. റെക്വിയം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സെക്ഷനും കാണുന്നുണ്ട്. അതിലൊക്കെ ഇതുപോലെയുള്ള ആയുധങ്ങളും അതുപോലെ മറ്റു പല പ്രദർശന വസ്തുക്കളും ഒക്കെ അവിടെ കാണും നമുക്ക്. എന്തായാലും ഈ റെമിനൻസ് മ്യൂസിയത്തിൻ്റെ കാഴ്ചയോടുകൂടി നമ്മൾ വിയറ്റ്നാമിലെ കാഴ്ച അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഈ കാഴ്ച അവസാനിപ്പിച്ച് ഇന്നിനിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കേരളത്തിലേക്കുള്ള യാത്ര ആരംഭിക്കും. ആ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.